വിലക്കപ്പെട്ട പ്രണയം. രചന ആമി. എക്സ്ക്യൂസ് മീ, ഇപ്പൊ കൊണ്ടുവന്ന കുട്ടിയുടെ കൂടെ വന്ന ആളല്ലേ? ICUവിൽ നിന്ന് ഇറങ്ങി വന്ന ഡോക്ടർ പുറത്തുനിന്ന് ആളോട് ചോദിച്ചു. യെസ്. അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ തിരിഞ്ഞു. ആ കുട്ടിക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞു. അയാൾ ICUവിലേക്ക് കയറി. അവിടെ ബെഡിൽ ഒരു പെൺകുട്ടി കിടക്കുന്നുണ്ടായിരുന്നു. അവളുടെ നെറ്റിയിലും കയ്യിലുമായുള്ള മുറിവിന്റെ നീറ്റൽ ചെറുതൊന്നുമല്ല അവളെ വേദനിപ്പിച്ചത്. അതിനാൽ തന്നെ അവളിൽ നിന്നൊരു ആർത്തനാദം ഉയർന്നു. അവൾ അവിടെ കിടന്നുകൊണ്ട് നടന്നൊക്കെ ഓർത്തെടുക്കാൻ തുടങ്ങി. ഇത് നില, അനാഥ. ഒരു അനാഥയായ പെൺകുട്ടിക്ക് കൊൽക്കത്ത പോലുള്ള ഒരു നഗരത്തിൽ തനിയെ എങ്ങനെ കഴിയാൻ പറ്റും? അതുതന്നെയാണ് അവൾക്കും സംഭവിച്ചത്. ഒരിക്കൽ വിശന്ന് വലഞ്ഞ് അവൾ കൈനീട്ടി ചെന്ന് അവിടെ സോനാഗച്ചിയിലെ നടത്തിപ്പുകാരുടെ മുമ്പിലായിരുന്നു. ഭക്ഷണവും വെള്ളവും ആവശ്യത്തിന് തന്നപ്പോൾ അവൾ അറിഞ്ഞിരുന്നില്ല അതിൻ്റെ വില തൻ്റെ ശരീരമാവുമെന്ന്. അവരവളെ തെരുവിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത് നരകത്തിലേക്കായിരുന്നു. ആദ്യം അവർ പറയുന്നത് അനുസരിക്കാൻ അവൾ കൂട്ടാക്കിയിരുന്നില്ല. അനുസരിപ്പിക്കാനായി മുറിയിൽ പൂട്ടിയിട്ടും ദിവസങ്ങളോളം ഭക്ഷണം നൽകാതെയും ഇരുന്നിട്ടും അവളിൽ മാറ്റമുണ്ടായില്ല. അതിനാൽ ബലമായി തന്നെ അവളെ പലരും പ്രാപിച്ചു തുടങ്ങി. ആദ്യം എതിർത്തിരുന്ന നില പിന്നീട് നിശബ്ദയായി. അവൾ നിശബ്ദമെല്ലാം സഹിച്ച് അവിടെ ജീവിച്ചു. എങ്കിലും തന്നെ അവിടുന്ന് രക്ഷിക്കാൻ ആരെങ്കിലും വരുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നു. ഹോളി ആഘോഷങ്ങൾ നടക്കുന്ന ദിവസം സോനാഗച്ചിയിലെ പെൺകുട്ടികളുടെയും നൃത്തം അവിടെ നടക്കാറുണ്ട്. ആ സമയം നോക്കി അവളോടൊന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ സോനാഗച്ചി നടത്തിപ്പുകാരി ഹീരയുടെ ആളുകൾ അവളെ കണ്ടിരുന്നു. അവർ പിന്നാലെ വന്നു. പക്ഷേ അവരെല്ലാം വെട്ടിച്ച് തൻ്റെ പരമാവധി ശക്തിയെടുത്ത് അവൾ ഓടി. ഒടുവിൽ പാഞ്ഞു വന്ന ഒരു കാറിന് മുമ്പിൽ അവൾ ബോധം നശിച്ച് വീഴുകയായിരുന്നു. ഭാഗ്യത്തിന് കാർ ഓടിച്ചിരുന്നാൾ അവൾ ദൂരെ നിന്ന് ഓടി വരുന്ന കണ്ടപ്പോഴേ ബ്രേക്ക് പിടിച്ചുകൊണ്ട് അപകടം ഒഴിവായി. കാറിൽ നിന്നും വളരെ ലളിതമായി ജുബയും മുണ്ടും കണ്ണാടിയും ധരിച്ച ഒരു യുവാവ് ഇറങ്ങി വന്നു. മുടിയും താടിയും സമൃദ്ധമായി വളർന്നു കിടന്നിരുന്നു. അതങ്ങനെ കിടക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അയാൾ അവളെ കൈകളിൽ കോരിയെടുത്ത് തൻ്റെ കാറിൻ്റെ പിൻസീറ്റിൽ കിടത്തിയതിനു ശേഷം കാർ എടുത്തു പോയി. അത് ചെന്ന് നിന്ന് അവിടുത്തെ മികച്ച ഹോസ്പിറ്റൽ മുമ്പിലായിരുന്നു. വേഗം തന്നെ അയാൾ അവളെ ICUവിലേക്ക് കൊണ്ടുപോയി. എന്തു പറ്റിയതാ കുട്ടിക്ക്? ഡോക്ടർ വന്ന് അയാളോട് ചോദിച്ചു. ബോധം നശിച്ച് വീണതിൻ്റെ കാറിന് മുമ്പിൽ. വീണുകൊണ്ട് ചെറിയ മുറിവുകളുണ്ട്. ഓക്കെ. ഡോക്ടർ ഉള്ളിലേക്ക് കയറി. ICUവിൽ കണ്ണുകൾ തുറന്നു കിടക്കുന്ന അവളെ കാണാൻ അവൻ്റെ ഹൃദയം ക്രമാതീതമായി മിടിക്കാൻ തുടങ്ങിയിരുന്നു. തനിക്ക് അത്രയധികം പ്രിയപ്പെട്ട ആരൊരാൾ അടുത്തുള്ളതുപോലെ. അവളുടെ നീലമിഴികൾ വിഷാദം തളം കിട്ടിയവെങ്കിലും അവൻ്റെ മിഴികൾ അതിൽ നിന്ന് കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്നു. വിഷാദം നിറഞ്ഞതെങ്കിലും അവക്കൊരു പ്രത്യേക ഭംഗി അവന് തോന്നി. ഹലോ, തനിക്കെന്താ പറ്റിയത്? അയാൾ ആലോചിച്ചെടുക്കുന്ന അവൾക്ക് നേരെ വിരൽ ഞൊടിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ ചോദിച്ചു. അവളൊന്നും മിണ്ടിയില്ല. പെട്ടെന്ന് അവനെ കണ്ടതിലുള്ള ഞെട്ടൽ കൊണ്ടാവണം. എന്തോന്നും മിണ്ടാത്ത അവൻ അവളെ നോക്കി. അത് നിങ്ങളാണ് എന്നെ ഇവിടെ എത്തിച്ച്? ആ, താൻ എൻ്റെ കാറിന് മുമ്പിലേക്ക് വീണതാ. ഓ, ക്ഷമിക്കണം, എന്നെ ദയവിത് ഇവിടുന്ന് കൊണ്ടുപോകരുത്. അവൾ ക്യാനുവലിട്ടിരിക്കുന്ന കൈകൾ അവന് നേരെ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. താൻ എന്തൊക്കെയായി പറയുന്നു? ഞാൻ തന്നെ എങ്ങോട്ട് കൊണ്ടുപോകാനാ? തൻ്റെ അഡ്രസ്സ് ഒന്ന് ഞാൻ അവിടെയാക്കാം. അവളെ പിരിയാൻ കൊതിക്കുന്നില്ലെങ്കിലും അവനങ്ങനെ പറഞ്ഞു. എനിക്ക് പോവാനൊരിടവില്ല, അവൾ മെല്ലെ പറഞ്ഞു. അപ്പോൾ താൻ എവിടെയാണ് ഇത്രയും നാൾ? നീല ഒന്നും പറഞ്ഞില്ല. അവൾ മിഴികൾ പുറത്തേക്ക് വായിച്ചുകൊണ്ട് കിടന്നു. എടോ, തനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ണിൽ തന്നെ അറിയാം. എന്നോട് തനിക്ക് വിശ്വസിച്ച് പറയാം, അവൻ അവിടെ കൈവിരലുകളിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. ആദ്യമായാണ് കാമത്തോടെ അല്ലാതെ ഒരു പുരുഷനെ അവളെ നോക്കുന്നു, സ്പർശിക്കുന്നു. അതൊക്കെ അവൾക്ക് ആദ്യ അനുഭവമായിരുന്നു. അവളുടെ മിഴികൾ താനെ നിറയാൻ തുടങ്ങി. പക്ഷേ അതിനി ഒരിക്കലും നിറയാൻ അനുവദിക്കില്ലെന്ന വാശിയോടെ അവനത് തുടച്ചു മാറ്റി. അവൾ എല്ലാ കാര്യങ്ങളും അവനോട് വിശദീകരിച്ചു. സോനാഗച്ചിയിൽ എത്തും വരെയുള്ള ജീവിതം അവിടെ എത്തിപ്പെട്ട മുതൽ അവൻ്റെ കാറിന് മുമ്പിൽ വീഴുന്നവരെ. അതൊക്കെ കേട്ട് കഴിഞ്ഞതും 1000 മുള്ളുകൾ ഒരുമിച്ച് ഹൃദയത്തിൽ തറച്ചു കയറും പോലെയാണ് അവന് തോന്നിയത്. അവളിൽ നിന്ന് ഇത്രയുമൊന്നും അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ആ പാവം പെൺകുട്ടി ഈ കാലഘട്ടത്തിനുള്ളിൽ ഇത്രയുമൊക്കെ അനുഭവിച്ച് കഴിഞ്ഞെന്നത് അവനൊരു പുതിയ അറിവായിരുന്നു. നിന്റെ പേര്? നില. അവൾ നേർമയായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയുടെ ചിരി അവൻ അത്രയേറെ ആകർഷിക്കുന്നത്. ചിരിക്കുമ്പോൾ അവളുടെ നീലക്കണ്ണുകൾ ചുരുങ്ങുന്നു അവൻ കൊതിയോടെ നോക്കിയിരുന്നു. പേര് പറഞ്ഞില്ലല്ലോ? ഹർഷ മൽഹാർ. ആ പേര് കേട്ടതും ഒന്ന് ഞെട്ടി അവൾ അവനെ നോക്കി. ചെറുപ്പം മുതൽ ഒറ്റക്കാരും നിലാക്ക് കൂട്ട് പുസ്തകങ്ങളായിരുന്നു. ബംഗാളി കവിതകളും കഥകളും അവൾക്ക് ഏറെ ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ എഴുത്തുകാരും. സോനാഗച്ചിയിൽ എത്തിപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അവൾക്ക് ആകെയുള്ള ആശ്വാസവും കൂട്ടും പുസ്തകങ്ങളായിരുന്നു. അവിടെ വെച്ച് അവൾ കിട്ടിയ പുസ്തകങ്ങളിലധികവും ഒരാളുടെ ആയിരുന്നു. ഹർഷ മൽഹാർ. വരികളെപ്പോലെ തന്നെ അയാളുടെ പേരിനോട് അവൾക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു. ഓരോ തവണ അയാളുടെ പുസ്തകങ്ങൾക്ക് വേണ്ടി അവൾ കാത്തിരിക്കുമായിരുന്നു. ഇന്നിതാ കൺമുന്നിൽ. അവൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എൻ്റെ പേരാ പറഞ്ഞ്. എന്തുപറ്റി? ബംഗാളി ബുക്കുകളൊക്കെ എഴുതുന്ന? ആ, അതെ. എഴുത്തിനോട് കുറച്ച് ഭ്രാന്തുണ്ട്. അവൾ ചിരിച്ചു. അല്ല, തനിക്ക് വിരോധമല്ലെങ്കിൽ എൻ്റെ കൂടെ വന്നൂടെ?
അവിടെ ഞാൻ ഒറ്റക്കാ, വേറെ ആരുമില്ല, ഒപ്പം കുറേ പുസ്തകങ്ങൾ മാത്രം. അയാൾ അവളെ ക്ഷണിച്ചു. പെട്ടെന്ന് അങ്ങനെ കേട്ടതും അവൾക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയാതെയായി. പെട്ടെന്ന് പറയണമെന്നില്ല, ആലോചിച്ച് പറഞ്ഞാൽ മതി. ഞാൻ കാത്തിരുന്നോളാം, തൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. അവൻ അവളുടെ തലമുടിയിഴകളിലൂടെ തഴുകിക്കൊണ്ട് പറഞ്ഞു. ശേഷം റൂമിൽ നിന്നിറങ്ങി പുറത്തേക്ക് പോയി. നില അവൻ പോയ വഴിയെ നോക്കി കിടന്നു. 2 ദിവസം കഴിഞ്ഞ് നില ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തി. ഹർഷ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങാനായി അവളുടെ മരുന്നുകൾ മറ്റും എടുത്തു വെക്കുകയാണ് ഹർഷ മൽഹാർ. അപ്പോഴാണ് നില അവനെ വിളിക്കുന്നത്. അത് കേട്ട് ഞെട്ടിത്തിരിഞ്ഞ് അവൻ നോക്കി. ഇയാൾ തന്നെ വിളിച്ച്. ഒരുപാട് നന്ദിയുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പകരം തരാൻ എനിക്കൊന്നുമില്ല. ഈ 3 ദിവസമാണ് ഞാൻ എന്നെ കാമത്തോടെ അല്ലാതെ നോക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന ഒരാണിനെ കാണുന്നു. നിങ്ങളെപ്പോലെ ഒരാൾക്ക് എന്നെ പോലെ ഒരു പെൺകുട്ടി ഒരിക്കലും ചേരില്ല. അതുകൊണ്ട് എന്നെ ആ തെരുവിൽ ഇറക്കിയാൽ മതി. അത്രയും പറഞ്ഞു നിർത്തിയപ്പോൾ അവളുടെ വാക്കുകൾ ഇടറിയിരുന്നു. നീ എങ്ങനെയാണോ അങ്ങനെയാണ് എനിക്ക് നിന്നെ ഇഷ്ടം. അതിൽ കുറവോ കൂടുതലോ ഇല്ല. എനിക്ക് വേറൊന്നും അറിയണ്ട, നിന്റെ സമ്മതം മാത്രമാണ് ആവശ്യം. എനിക്ക് വേറൊന്നും അറിയണ്ട, നിന്റെ സമ്മതം മാത്രമാണ് ആവശ്യം. അവൻ അവളെ തന്നെ നേരെ നിർത്തിക്കൊണ്ട് ചോദിച്ചു. അവൾ മറുപടിയൊന്നും പറയാതെ അവനെ പുണർന്നു. അത് മതിയായിരുന്നു അവനും. അവളെയും ചേർത്ത് പിടിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ പുതിയ ജീവിതമായിരുന്നു ഇരുവരുടെയും മനസ്സിൽ. അവളുടെ തച്ചുടക്കപ്പെട്ട ജീവിതം ഇനി അവനിലൂടെ വാർത്തുടക്കപ്പെടും. അവൻ്റെ ഒറ്റപ്പെടലിൽ അവൾ തണലാവുകയും ചെയ്യും.